അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കാസർഗോഡിൻ്റെ മണ്ണിലാണ്. കാസർഗോഡിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽ ഭാഷാ വൈവിധ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് കാസർഗോഡ് 18th ബീറ്റ ബാച്ചിൽ പഠിക്കുന്നവരെ നമുക്ക് പരിചയപ്പെടാം. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ആഷിഫ, ഫാത്തിമത്ത് ആഷിഫ. എവിടെയാണ് സ്ഥലം? സ്ഥലം ഇവിടെ തന്നെ, കാസർഗോഡ് ഉളിയത്തെടുക്കാന്ന് പറയും. ഉളിയത്തെടുക്ക അല്ലേ? ഇവിടുന്ന് നല്ല ദൂരം ഉണ്ടോ? ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ദൂരം ഉണ്ടാവും. 20 മിനിറ്റ് യാത്ര ദൂരം ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മരുന്നില്ലാത്തൊരു ചികിത്സ അത്ര ഒരു കേട്ടുകേൾവി ഉണ്ടാവില്ല. അപ്പോൾ ഈ ചികിത്സനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചികിത്സനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ കേട്ടിട്ട് പോലുമില്ല. എനിക്ക് ഹിജാമ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. എൻ്റെ ഹസ്ബൻഡാണ് ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഫോൺ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്കിങ്ങനെ പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ നഴ്സിംഗ് അങ്ങനെ ഒന്നും പഠിക്കുന്നത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്നോട് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ച്, നീ അക്യുപഞ്ചർ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. പെട്ടെന്ന് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എന്താ നമുക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അക്യുപഞ്ചർ, ഞാൻ വെച്ചാൽ അക്യുപഞ്ചർ അതെന്ത് സാധനം നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് മറ്റൊരു ഏതൊന്നും കറക്റ്റ് ഓർമ്മയില്ല, ഏതൊരു ബാച്ചിൽ പഠിച്ച ഒരു ആളുടെ വീഡിയോ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും അക്യുപഞ്ചർ പഠിക്കുക അത്ര നിർബന്ധമാണ്. കാരണം അവരുടെ മക്കള് ആയെങ്കിലും പേരക്കുട്ടികളായെങ്കിലും ഈ അക്യുപഞ്ചറിൽ വന്ന് പിന്നെ നല്ലൊരു ലൈഫിലാണ് പോകുന്നുള്ളത്. അവർ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒന്നും പോകുന്നില്ല എന്നുള്ള മറ്റുള്ള വീഡിയോ ഒക്കെ ഷെയർ ചെയ്തെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും ഒരു ചാൻസ് എനിക്ക് കിട്ടി ഒരു പഠിക്കാൻ വേണ്ടി. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ട്, 2 കുട്ടികൾ. ഹസ്ബൻഡ് ഗൾഫിലാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഓക്കെ എന്നാൽ ചേരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്പറൊക്കെ അയച്ചു തന്നെ എനിക്ക്. അങ്ങനെ കോണ്ടാക്ട് ആക്കിയിട്ട് ഞാൻ വിളിച്ച്. അപ്പോൾ ഫൗസീന മാമിൻ്റെ ഇവിടുത്തെ കാസർഗോഡ് ഫൗസീന മാമിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് ആ മാം പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞതെന്നല്ല ചോദിച്ച്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞത്. ഞാൻ വന്നു മാമിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടാണ് ഇവിടെ എത്തിയതല്ലേ? ഞാനും ഗൾഫിൽ പോകുന്ന സമയത്ത് ഭാര്യനെ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാണ്. അവരൊന്നും ബിസി ആണെന്ന് നല്ലതാണ്, അല്ലെങ്കിൽ അവർ വേറൊന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ഡിപ്രഷൻ കാര്യങ്ങളിലൊക്കെ പോകണ്ട എന്ന രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് ഞാനും എൻ്റെ വൈഫിനെ ആ സമയത്ത് പഠിപ്പിച്ചത്. ഏകദേശം 2010. നമുക്ക് നല്ല ഗുണം തന്നെയാണ്, ഒരുപാട് ഗുണങ്ങളാണ് അക്യുപഞ്ചറിലൂടെ കിട്ടിയത്. ഇതുപോലെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചികിത്സയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗശമനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസുകളോ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഞാനെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വയറ് സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ദഹന പ്രശ്നത്തിൽ ഞാൻ ആകെ മെലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് എപ്പോൾ അസുഖങ്ങൾ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു എനർജി ഇല്ല. ബാത്റൂമിൽ ടോയ്ലറ്റിൽ കുറേ പ്രാവശ്യമൊക്കെ പോയിക്കൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്യുപഞ്ചർ ഞാൻ പഠിച്ച് പിന്നെ എനിക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന് ഞാൻ 4G ഒക്കെ പാലിച്ച് ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ തടി കുറച്ച് കൂടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ വായിക്ക് റെസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. ഞാൻ എന്ത് കിട്ടിയാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിവ് കിട്ടിയ പിന്നെ എനിക്ക് മനസ്സിലായി ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത്. വെള്ളം ഒരുപാട് കുടിക്കും ഞാൻ. രാവിലെ എണീച്ച വേറും വയറ്റിൽ ഒരു ജഗ് വെള്ളമൊക്കെ ഞാൻ കുടിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കുടിച്ചുകൊണ്ട് ഒരാൾ പെട്ടെന്ന് എനിക്കിത് മനസ്സിലായി, എങ്ങനെയാണ് ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത്, വെള്ളം എങ്ങനെയാണ് കഴിക്കേണ്ടത്, കുടിക്കേണ്ടത്, വിശ്രമം എങ്ങനെയൊക്കെ മനസ്സിലാക്കി ഞാൻ ആ രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പിന്നെ എനിക്ക് എൻ്റെ വയറ്റിന് ഒരു ആശ്വാസം കിട്ടി. എനിക്കിങ്ങനെ പതിയെ എൻ്റെ പുറത്ത് പോകുന്നതും കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങി. ശരീരമൊക്കെ കുറച്ച് നന്നായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഫുഡ് ഞാൻ കഴിക്കുന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ഉമ്മയൊക്കെ പറയും, ഇവള് ഭക്ഷണം കഴിക്കാത്ത എന്തെങ്കിലും ആവുമെന്നല്ല പറഞ്ഞിട്ട്. ഞാൻ പറയും, ഇല്ല ഉമ്മ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നപ്പോൾ ആ സമയത്ത് ഞാൻ കഴിക്കും. ഉപ്പെല്ലാം പറയും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നീ കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. നിനക്ക് വിശക്കണ്ടേ എന്നെങ്കിലേ നീ കഴിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് നന്നായിട്ട് വിശക്കും തോന്നുമ്പോൾ എനിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലത്തെ ടാബ്ലറ്റ് ഒക്കെ എനിക്ക് കുടിക്കുന്നത് സ്റ്റേ അല്ലായിരുന്നു പണ്ട് മുതലേ. അപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ പറയും, നിനക്ക് വേണ്ടിയിട്ട് എന്നെ ഈ അക്യുപഞ്ചർ അള്ള തന്നതായിട്ടുണ്ടാവും എന്ന് പറയും ഉമ്മ. ടാബ്ലറ്റ് ഒക്കെ പ്രഗ്നൻസിയിലൊക്കെ തന്നതൊക്കെ ഞാൻ കളയല്ല കൊണ്ടിട്ട്, ഉമ്മ അറിയാത്ത കൊണ്ടിട്ട് കളയും, ഒന്നും കുടിക്കില്ല. നമുക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ടാബ്ലറ്റ്. അധികം ആൾക്കാരും ടാബ്ലറ്റ് ഒഴിവാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം
അതിന്റെ സൈഡ് എഫക്ട് അറിയുന്നുണ്ടാവും, അല്ലെ അതിന്റെ കോൺസിക്വൻസ് അറിയുന്നുണ്ടാവും, അല്ലെ ഒരുപാട് കാലം ഇന്ന ടാബ്ലറ്റ് കുടിച്ചാൽ ഇന്ന പ്രയാസം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എനിക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ വയറ് ഭയങ്കര ചൂടാവും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയറിനൊരു ശരി ഉണ്ടായിട്ട് ഈ ടാബ്ലറ്റ് കുടിച്ചാൽ എനിക്ക് കൂടുതൽ വയറ് ഭയങ്കര പുകച്ചില്, എനിക്ക് തീരെ പറ്റുന്നില്ല. കുടിച്ചിട്ടാകുമ്പോൾ തുടങ്ങും വയറ് ഭയങ്കര പെയിന്, പുറത്ത് പോകുന്നൊക്കെ കൂടും. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റൂല ഈ ടാബ്ലറ്റ്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലും പോകുന്ന കുറവ് തന്നെയാണ്. ഇപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇത് പഠിച്ച പിന്നെ എൻ്റെ മക്കളെയും എനിക്ക് ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ മോക്കെല്ലാം ഒരു പനി വന്നാൽ അപ്പം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇപ്പോൾ അവളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അവൾക്ക് ഫുഡൊന്നും കൊടുക്കാത്ത, ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കംപ്ലീറ്റ് റെസ്റ്റിന് അവൾ വിടും ഞാൻ. അവൾ കിടന്നിട്ട് തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഭയങ്കര പനി അവൾക്ക് രാത്രി. പനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പനി. ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനായി ആദ്യം. അപ്പോൾ എല്ലാവരും പറയും പനി തലക്ക് പിടിച്ചെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് അവളെ ഒബ്സർവേഷനിൽ വിട്ട് അവളെ ഞാൻ കിടത്തി, അവൾ ഉറങ്ങി അവിടേക്ക് തന്നെ. അപ്പോൾ ഉമ്മക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഉമ്മല പറഞ്ഞ് കഞ്ഞി കൊടുക്ക്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, അവൾക്ക് ഞാൻ ഇങ്ങനെ കൊടുത്തു നോക്കി. അപ്പോൾ പറഞ്ഞു വേണ്ട ഉമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. മുന്നേ ആയിരുന്നെങ്കിൽ അവൾക്ക് 3 വയസ്സുണ്ട്, ഇപ്പൊ 4 വയസ്സായി. ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുള്ള കഞ്ഞി കൊടുക്കും മുന്നേ പനിയുള്ള സമയത്ത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് ആവശ്യമില്ല, ഞാൻ വിട്ടു മോളെ. അപ്പൊ അവൾ എന്താക്കി റെസ്റ്റിൽ കിടന്നിട്ട് രാവിലെ ആകുമ്പോക്ക് അൽഹംദുലില്ലാ പനി എന്ന് പറഞ്ഞ സാധനമില്ല. അവൾ നല്ല ഉഷാറായി, മുന്നത്തേനേക്കാളും ഭയങ്കര എനർജറ്റിക്കല് നല്ല ഉഷാറായിട്ട് വന്നു. ആൾക്കാർ പറയലുണ്ട് എന്താ വെച്ചാല് പനി വന്നു കഴിഞ്ഞാല് ചികിത്സിച്ചാല് ഒരാഴ്ച കൊണ്ട് മാറും, ചികിത്സിച്ചില്ലെങ്കിൽ 7 ദിവസം പിടിക്കും. അങ്ങനെയൊക്കെ പഴമൊഴി നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും സ്വന്തത്തിലേക്ക് വരുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവില്ല. അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായി എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ധൈര്യം ഉണ്ടായി. കുട്ടികളുടെ കാര്യത്തിലാണ് കൂടുതൽ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സുമോൻക്കായെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എനിക്ക് മനസ്സിലാവും അത് മാറും. നമ്മളൊരു കൈക്കടത്തലും കൊടുക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ട് അവരെ റെസ്റ്റിലും ഫുഡൊന്നും കൊടുക്കാതെ വിട്ടാൽ ഇതാവും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ വീട്ടിലും ഉമ്മയൊക്കെ ചികിത്സ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യും. അവർക്ക് ടച്ച് ചെയ്യും, ഞാൻ ടച്ചും ചെയ്യും, പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി ടച്ചും ചെയ്യും. പിന്നെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അവർക്കൊക്കെ മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വരെ കാണിച്ചിട്ട് ഒരുപാട് ടാബ്ലറ്റ് കുടിച്ചിട്ട് ഒന്നും കുറവില്ല. അങ്ങനത്തെ ഭയങ്കര കാൽ പെയിൻ ആയിരുന്നു. അതുവരെ ഇവിടെ നന്നായിട്ട് സുഖമായിരുന്നു. ഒരു 7 ആഴ്ചയൊക്കെ വന്നിട്ടാകുമ്പോൾ നന്നായിട്ട് സുഖമായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലീസിനൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് ഇതിലേക്ക്. നമ്മള് ഈ ഒരു ചികിത്സ അധികം ആൾക്കാർക്കും പരിചയം, ഇപ്പൊ നല്ല പരിചയമുണ്ട്, എന്നാലും പരിചയപ്പെടാത്തവർക്ക് കരുതിക്കൂട്ടി നമ്മൾ ഈ ചികിത്സനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിപ്പോ ആരോഗ്യജാലകം ചാനലൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്, എക്സ്പീരിയൻസ് പറയുന്നത് ഇത് 4 ആൾ അറിയട്ടെ അല്ലേ. നമുക്ക് കിട്ടിയ ഒരു സുഖം, മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷം, അത് നമ്മളെ കുടുംബത്തിലേക്കും പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ ഈ ഒരു ധൈര്യമാണ് കുട്ടികളെ ധൈര്യം അല്ലേ. പേടിച്ചാൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആന്റിബയോട്ടിക്, പാരസെറ്റമോള് അതൊക്കെ ഫുള്ളായിട്ട് കൊടുക്കും. കുപ്പി തീരും വരെ കൊടുക്കലുണ്ടായിരുന്നു ഞാൻ. അപ്പോഴും എനിക്കൊരു ആ മരുന്ന് കുട്ടികളെ നിർബന്ധിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പാരസെറ്റമോൾ കൊടുക്കാൻ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലുള്ള മരുന്നുകളൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ ഒരു മരുന്നുമില്ല. കുട്ടികൾക്ക് പനി വന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യും. എൻ്റെ ഉമ്മ പറയും നീ മരുന്ന് കൊടുക്ക്, പനി തലക്ക് കയറുന്ന ഞാൻ അറിയാത്ത അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള മരുന്ന് കൊടുക്കലുണ്ട് എൻ്റെ ഉമ്മ. മുന്നേ കൊടുത്തോണ്ടേ. ഇപ്പൊ ഞാൻ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഉമ്മ അങ്ങനെ ഇതാക്കല്ല. അനുഭവം വരുമ്പോൾ ആൾക്കാർക്ക് അറിയും. ചിലപ്പോ ഉമ്മ പണ്ട് ചെറുപ്പത്തിലൊക്കെ മരുന്ന് കഴിക്കാണ്ട് ഒരുപാട് ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അത് വീണ്ടും മറന്നുപോയതാ. വീണ്ടും ഓർമ്മപ്പെടുത്താൻ നിങ്ങളെ ഈ പഠനത്തിന് സാധിച്ചല്ലേ? ഒരുപാട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലായെങ്കിൽ ഫ്രണ്ട്സിലായെങ്കിൽ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ചോദിക്കും എന്ത് ഇതാക്കി പഞ്ചർ, ആർക്കും അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനല്ലേ എന്നൊക്കെ ഒരു അറിവ് കിട്ടുന്നുണ്ട് അവർക്ക്. നമുക്കൊരു സന്തോഷം. എല്ലാവരെയും ഒരു മരുന്നില്ലാത്ത ഒരു അങ്ങനത്തെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പഠിച്ചിട്ടായാലും ആ ഒരു ഇതിലേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പൊതുവേ പറയലേ, ഇപ്പോൾ പഠിച്ച ഉടനെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിലുള്ള ആൾക്കാർ നമ്മളെ പെട്ടെന്ന് അംഗീകരിച്ചോളണം എന്നില്ല. അപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സീനിയേഴ്സിനെ കൊണ്ടുപോയി കാണിക്കുകയും അവരെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കുകയും പിന്നീട് നമ്മൾ നല്ലൊരു ചികിത്സകരാകുമ്പോൾ നമ്മളെ അടുത്ത് തന്നെ അവരെത്തും. അങ്ങനെ നമ്മളെ അനുഭവം ഉണ്ടാവല്. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, അവരെ മാക്സിമം ഈ ചികിത്സയിൽ എത്തിക്കുക. ഇപ്പോൾ പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾ, വാതസംബന്ധമായ പ്രയാസങ്ങൾ, ഇത്തരം രോഗികളൊക്കെ ഉണ്ടോ കുടുംബത്തില്? കുടുംബത്തിലുണ്ട്. അവരൊക്കെ ധൈര്യത്തിൽ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ചികിത്സ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മളെ ഭാവിയിലേക്ക് ഒരുപാട് ആൾക്കാർ, പുറമേയുള്ള ആൾക്കാർ ഒരുപാട് ചികിത്സ ചെയ്യാൻ വരുന്നുണ്ട്. സ്വന്തത്തിലുള്ള ആൾക്കാർ ആദ്യം ഒന്നും മടിച്ചു നിൽക്കും. എന്നിട്ട് അവര് പറയും നിങ്ങളെ ഇന്ന ആള് ചെയ്തിട്ട് നല്ല ഇതായി എന്ന് പറയുമ്പോൾ അവർ പിന്നെ നമ്മളെ സമീപിക്കുകയുള്ളൂ. വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു അവസ്ഥ വരും.
വരുന്നുണ്ട്. ഇതെല്ലാവർക്കും പൊതുവെ വരും. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു വിശ്വാസം ഇല്ല തന്നെയാണ്. പിന്നീട് മറ്റുള്ളവർ പറയുമ്പോഴാണ് അവർക്ക് വിശ്വാസമായത്. ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിണോ ഇതുപോലെ? അങ്ങനെ എൻ്റെ ഫാമിലീസിലെല്ലാം ഇങ്ങനെ കുറേ പേര് പറയലുണ്ട് അക്യുപഞ്ചർ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നീ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരലുണ്ട്. പിന്നെ ഉമ്മക്ക് ഷുഗറിൻ്റെത് പിന്നെ തീരെ ടാബ്ലറ്റ് ഒന്ന് ഫുൾ ഒഴിവാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് ടാബ്ലറ്റ്. എന്നിട്ട് ഉമ്മക്ക് ഉമ്മ കുറച്ച് തടി ഉണ്ടായിരുന്നു. തടിയൊക്കെ ഒന്ന് മേലിഞ്ഞ് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ടായി. ഉമ്മക്ക് ഒരു 60 വയസ്സായിട്ട്. എത്ര കുട്ടികളായിരുന്നു ഉമ്മക്ക്? ഉമ്മക്ക് 6 മക്കൾ. 4 ആണ് 2 പെൺ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ, ഹസ്ബൻഡിൻ്റെ ഉമ്മ. അപ്പോൾ ടാബ്ലറ്റ് ഒക്കെ നിർത്തിയിട്ട് കാല് തരിപ്പൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടുണ്ടായി ടാബ്ലറ്റ് കഴിക്കും. എന്തായാലും ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആദ്യം അംഗീകരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കുമെങ്കിലും പിന്നീട് ഇവർ ഗ്രാജുവലി ഈ ചികിത്സ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. മരുന്നൊന്നും ഇല്ലാതെ അല്ലെ, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന എന്താ? ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചികിത്സാ പ്രയാസങ്ങൾ ഉണ്ടാവില്ല അല്ലെ, ചികിത്സ കൊണ്ടുണ്ടാവുന്ന പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ പറയാം. പിന്നെ നമ്മുടെ സ്വ അനുഭവം ആണല്ലോ നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങളെ എക്സാം ഒക്കെ അടുത്തിരിക്കുകയല്ലേ, എക്സാമിലൊക്കെ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് സൃഷ്ടാവ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു ടു